അഞ്ചാം ഹീറ്റ്സിന് അരങ്ങുണരുകയാണ്. വീണ്ടും നമ്മുടെ ശ്രദ്ധ പുന്നമട വടക്കേ അറ്റത്തേക്ക് പോവുകയാണ്. ഒന്നാം ഹീറ്റ്സിൽ സെന്റ് പയസ് 10th വള്ളമാണ് വരുന്നത്. മങ്കൊമ്പിലെ സെന്റ് പയസ് ബോട്ട് ക്ലബ് തുടങ്ങുന്ന സെന്റ് പയസ് ആണ് ഒന്നാം ട്രാക്കിൽ. രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കരിയാണ്. ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് തായങ്കരി തുഴയുന്ന FBC കുട്ടനാട് തുഴയുന്ന ജവഹർ തായങ്കരിയാണ് രണ്ടാം ട്രാക്കിൽ. ഇതിൽ 3 വള്ളങ്ങളേ ഉള്ളൂ. നാലാം ട്രാക്കിൽ വള്ളമില്ല. മൂന്നാം ട്രാക്കിലാണ് വള്ളം. കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകൾ, കഴിഞ്ഞ വർഷത്തെ 3ാം സ്ഥാനക്കാരായ കുമരകം ടൗൺ ബോട്ട് ക്ലബ് KTBC തുഴയുന്ന നെഹ്റു ട്രോഫിയുടെ നെഹ്റു ട്രോഫിയിലെ കാലത്തും രോമാഞ്ചം ജനിപ്പിക്കുന്ന ഒരു വള്ളമാണവൻ. പായും പുലി, ഓളപ്പരപ്പിലെ പായും പുലി എന്നാണ് അവന്റെ പേര്. അവനാണ് പായിപ്പാടൻ. എത്രയോ ആരാധകരുണ്ടെന്നറിയോ. നമ്മൾ നടുഭാഗത്തെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കാരിച്ചാലിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ നമ്മൾ പായിപ്പാടനെ കുറിച്ച് കൂടി പറയണം. കാരണം യഥാർത്ഥ വള്ളംകളി പ്രേമികൾ അവരിപ്പോഴും മനസ്സിന്റെ കോണുകളിൽ, മനസ്സിന്റെ ഉള്ളറകളിൽ ഇപ്പോഴും കാത്തുവെച്ചിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് പായിപ്പാടൻ വള്ളത്തിന്റെ പേര്. പായിപ്പാടൻ ഇത്തവണ എടുത്തു തുടയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. 2020 പുതിയ വള്ളമാണ് പായിപ്പാടൻ. KTBC കഴിഞ്ഞ വർഷം ഫൈനലിൽ 3ാം സ്ഥാനക്കാരായി. ഓർക്കുക, ഇതേ പായിപ്പാടനിൽ 2005, 6, 7 വർഷങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ ഹാട്രിക് അടിച്ച ടീമാണ് KTBC. അതുകൊണ്ട് ആ ഹാട്രിക്കിന്റെ ഓർമ്മകളിൽ KTBC ഇത്തവണ ഫൈനലിലേക്ക് പറന്നു കയറുമോ? ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. ഹീറ്റ്സ് നമ്പർ 5. സുനിൽ, ജവഹർ തായങ്കരിയെ ചേട്ടൻ എന്താ കുറച്ച് കാണിക്കുന്നത്? ജവഹർ തായങ്കേരി ആരാ തൊഴിയെന്നറിയാതോ? ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് കുട്ടനാട്ടിലെ തായങ്കരിക്കാർ. അതിനൊരു പ്രത്യേകതയുണ്ട്. 2 തടിയന്മാർ അതിന്റെ ക്യാപ്റ്റന്മാർ. ചേട്ടൻ മാസ്റ്ററിൽ കണ്ടായിരുന്നു. മാസ്റ്ററിൽ അവർ നിറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. പുലിക്കളിയൊക്കെ ഉടുപ്പൊക്കെ ഇട്ടുണ്ട്, നിറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് സജി തോമസ് കളത്തിലും ജോബിൾ പെരുമാളും അവർ 2 പേരും കൂടെ നിന്നാണ് ജവഹറിനെ നയിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി നമ്മുടെ പുന്നമടയിലെ ട്രാക്കിൽ അവർ പരിശീലനം കൊടുത്തു. എല്ലാം നല്ല രീതിയിൽ വരുന്നു. പക്ഷേ അവർക്ക് ഭീഷണി ഇപ്പോഴും പായിപ്പാടിന് ഭീഷണി ജവഹർ തന്നെയാണ്. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അവർക്ക് അത് തന്നെ ആയിരിക്കും, ജവഹർ ആയിരിക്കും ഭീഷണി. എന്നിരുന്നാലും നമുക്കറിയാം, നമ്മുടെ ടോണി ചായൻ KTBCയുടെ ക്യാപ്റ്റൻ, അച്ചായൻസ് ഗോൾഡ്. ടോണി ചായൻ വളരെ ആവേശത്തിലാണ്. ചേട്ടാ പറഞ്ഞോളൂ. തീർച്ചയായും സോണി വർക്കി ക്യാപ്റ്റനായിട്ടുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ 3ാം ട്രാക്കിൽ ഇപ്പോൾ ഏതായാലും കൃത്യമായ ഒരു ലീഡ് നേടിയിരിക്കുന്ന കാണാം. ജിമ്മി മഞ്ചാടിക്കരി ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ടീമാണത്. ദീപക് പൊന്നപ്പൻ, കുമരകത്തുകാരൻ ദീപക്കാണ് അതിന്റെ 1ാം തുഴ. പങ്കായവും 1ാം പങ്കായം അതും കുമരകത്തുകാരനാണ്. അനൂപ് തട്ടേല്. കോച്ച് ആൽബർട്ടാണ്. കുമരകത്ത് കരീപ്പള്ളി ഹാളിലാണ് ക്യാമ്പ് നടത്തിയത്. ജവഹർ തായങ്കരിയുടെ ഒപ്പം ഇവർ മത്സരിക്കുമ്പോൾ ഒരു ചരിത്രം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. 2010 ഞാൻ നേരത്തെ പായിപ്പാടനിൽ KTBC ഹാട്രിക് അടിച്ചത് 2005, 6, 7 വർഷങ്ങളിലാണെങ്കിൽ KTBCയുടെ ചരിത്രത്തിൽ അവസാനമായി KTBC നെഹ്റു ട്രോഫിയും കൊണ്ട് കുമരകത്തേക്ക് വൈകുന്നേരം തുഴഞ്ഞുപോയത് 2010. അന്ന് KTBC തുഴഞ്ഞ ജവഹർ തായങ്കരി വള്ളമാണ് ഈ ഹീറ്റ്സിൽ FBC കുട്ടനാട് ഇപ്പോൾ അവർക്കെതിരെ തുഴയുന്നത്. തീർച്ചയായും ഇത്തരം ഓർമ്മകളാണ് ഈ മത്സരത്തെ നെഹ്റു ട്രോഫിയെ പ്രോജ്വലമാക്കുന്നത്. ഏതായാലും 3ാം ട്രാക്കിൽ കുമരകം ബോട്ട് ക്ലബിന്റെ സ്വർണ്ണ പല്ലക്ക് തുഴഞ്ഞു വരുന്നത് കാണുക പ്രിയപ്പെട്ടവരെ. of KTBC പുന്നമടയുടെ അതിവിശാലമായ ചായക്കൂട്ടുപലകയെ എന്നും മനോഹരമാക്കുന്ന ജലരാജാവ്, the palette of the panoramic പുന്നമട. നെഹ്റു ട്രോഫിയിലെ കാരണവന്മാരിൽ ഒരാളാണ് ഈ ചുണ്ടൻ, the patriarch of നെഹ്റു ട്രോഫി, പായിപ്പാടൻ in KTBC. അവർക്ക് എന്തോ ഒന്ന് പിഴച്ചോ എന്ന് എനിക്കൊരു സംശയം. ചേട്ടൻ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അത് എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ്? അതോ അവരിനി അവസാന ലാപ്പിൽ തുഴമുറക്കിയിട്ട് സമയം കുറിക്കാനാണോ നോക്കുന്നത്? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്ലബ്ബാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. പണ്ടൊക്കെ ഞാൻ എൻ്റെയൊക്കെ കൊച്ചുനാളിലെ റേഡിയോയിലെ കമന്ററി കേൾക്കുമ്പോൾ എപ്പോഴും നോക്കുന്നതാണ് കുമരകം ബോട്ട് ക്ലബ്ബ്. എനിക്ക് പാപ്പച്ചൻ ചേട്ടൻ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പിന്നെ പാപ്പച്ചേട്ടനൊക്കെ മറക്കാൻ പറ്റുമോ? അതെ, അതൊരു ഹരം തന്നെ ആയിരുന്നു. നിലാലിക്ക് പാപ്പച്ചൻ ഇങ്ങനെ നിൽക്കും. നമ്മുടെ ടിവിയിലൂടെയൊക്കെ കാണുന്ന തോർത്തൊക്കെ നമ്മുടെ അരയിൽ കെട്ടിയിട്ട് ആ പ്രായത്തിൽ നിന്ന് അതിൻ്റെ ആവേശമൊക്കെ ഒന്ന് കാണുമ്പോൾ ആ ആവേശമൊക്കെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അവരെയൊക്കെ നെല്ലാനിക്കൽ പാപ്പച്ചേട്ടനെ, അതുപോലെ തന്നെ നമ്മുടെ കമന്ററിയേറ്ററൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഓർക്കുകയാണ് ഈ സമയത്ത്. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി കമന്ററിയുടെ കാര്യം പറയുമ്പോൾ ഗ്രിഗറി സാറിനെ കുറിച്ച് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും ലെജൻഡറി കമന്റേറ്റർ തന്നെയാണ് ഗ്രിഗറി സാർ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മളിരുന്ന് ഇപ്പോൾ 2025 71ാമത് നെഹ്റു ട്രോഫിക്ക് കൈരളി ന്യൂസിലൂടെ തത്സമയ സംപ്രേഷണം ദൃക്സാക്ഷി വിവരണം നൽകുമ്പോൾ മറക്കരുത്, നെഹ്റു ട്രോഫിയുടെ ആദ്യകാലത്ത് ആരൊക്കെയായിരുന്നു കമന്റേറ്റർമാർ, ആരൊക്കെയാണ് കമന്ററി ബോക്സിൽ വന്ന് മടങ്ങിയത്. അയ്യപ്പ പണിക്കർ സാർ, ONV സാർ, ഈ ശങ്കരകുറുബ് മാഷ്, മലയാള സാഹിത്യ ലോകത്തെ കുലപതികളും ഇതിഹാസങ്ങളും വരെ വന്ന് കമന്ററി പറഞ്ഞു പോയ അതേ പുന്നമട 21ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല നൂറ്റാണ്ട് പിന്നിട്ട് 2025 തൊടുമ്പോൾ ഇതാ 5ാം ഹീറ്റ്സ് പുരോഗമിക്കുന്നു. 2ൽ തായങ്കരിയാണെങ്കിൽ 3ൽ പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് കൃത്യമായ ലീഡ് എടുത്തു കഴിഞ്ഞു.
എത്രയോ കരക്കാർക്ക്, കാഴ്ചക്കാർക്ക്, ആരാധകർക്ക്, കളിക്കാർക്ക്, തുഴക്കാർക്ക് അനുഭൂതിയുടെ ചെറുകടിയാണ് ഇവിടെ തെറിച്ചു വീഴുന്ന ഓരോ തുഴകളും. ആവേശത്തിന്റെ ജലപ്പരപ്പിൽ മായാവിലാസത്തിന്റെ നിമിഷങ്ങളാണിത്. കണ്ടു നിൽക്കുന്ന ഓരോ സിരകളിലും അനുരാഗത്തിന്റെ ഉന്മാദത്തിന്റെ സിരകൾ ഇരമ്പാൻ പര്യാപ്തമാണ് ഇവിടെ വീഴുന്ന ഓരോ നിമിഷങ്ങളും. ഇവിടെ നിങ്ങൾ കാണുന്ന ഓരോ നിമിഷങ്ങളും. KTBC കുമരകം ടൗൺ ബോട്ട് ക്ലബ്. ആരാ ക്യാപ്റ്റൻ? സോണി വർക്കി, ചായൻസ് ഗോൾഡിന്റെ സോണി ചായൻ. KTBC പറന്നങ്ങനെ വരുന്നു. അവന് KTBCയെ പറത്തി കൊണ്ടുവരുന്നതാരാ? പായിപ്പാടൻ. പായും പുലി കണക്ക്, അവനൊരു ചീറ്റപ്പുലി കണക്ക്. പായിപ്പാടൻ. നമ്മൾ പറഞ്ഞതുപോലെ കണ്ടോ, ഈ അവസാന ലാപ്പിലാണ് അവർ സമയം കുറയ്ക്കാൻ നോക്കിയത്. തീർച്ചയായിട്ടും ഇനിയിപ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവർക്കൊരു എതിരാളി ഇല്ലാതെ പോയതുകൊണ്ടാണോ എന്നെനിക്കൊരു സംശയം. ഈ പോയിന്റ് നമ്മൾ കാരിച്ചാല് മത്സരിച്ച ആദ്യ ഹീറ്റ്സ് കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ പോയിന്റ് പങ്കുവച്ചതാണ്. കാരണം കൂടെ പിടിക്കാൻ ആളില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൂടെ പിടിക്കാൻ ആളില്ലെങ്കിൽ ജാഗ്രത ഉണ്ടാവില്ല. ഇപ്പം നേരത്തെ ഒരാളോട് 4 വള്ളവും ഒരേപോലെ 4 വള്ളവും ഒരുമിച്ച് തുഴഞ്ഞാൽ വെള്ളപ്പിടുത്തം, ഈ ഓളം തട്ടുന്ന വെള്ളപ്പിടുത്തം വരും. ഈ വെള്ളപ്പിടുത്തം ഇല്ലാതെ തുഴയാൻ ശരിക്കും ഒറ്റ വള്ളം മാത്രമേ ഉള്ളെങ്കിൽ, പക്ഷെ അവിടെയും നേരത്തെ നിങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സമയം താഴോട്ട് പോകും. തീർച്ചയായിട്ടും കൂടെ എതിരാളികളുണ്ടെങ്കിൽ, വെള്ളക്കുറവാണെങ്കിൽ വെള്ളപ്പിടുത്തം പിടിക്കുമ്പോൾ സാധാരണ സമയം കൂടുതലാവും. അതൊരു ടെക്നിക്കലി തന്നെയാണ്, അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. അതുപോലെ വെള്ളം കൂടുതലാണെങ്കിൽ ഒറ്റയ്ക്ക് തിരഞ്ഞു വരുന്നവരാണെങ്കിൽ സമയം കുറയ്ക്കാം. ഇതെല്ലാം അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് ഇതിനകത്തൊന്നും വിധി പറയാനില്ല. വിധി വരട്ടെ. നമ്മൾ ആകാംക്ഷ കാത്തിരിക്കുന്ന അടുത്ത 5ാമത്തെ ഹീറ്റ്സിന് വേണ്ടി 2 വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 5 ഹീറ്റ്സും 1 മുതൽ 5 വരെ ഹീറ്റ്സുകൾ പുന്നമടയിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂറിലേറെയായ ആവേശഭരിതമായ 5 ഹീറ്റ്സുകൾ കഴിഞ്ഞു.